അങ്ങനെ കൊച്ചി മെട്രോയെയും തീറോഗതി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സതീശൻ. സതീശൻ ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നു. ധവളപത്രത്തിലെ പരാമർശത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് കൊച്ചി മെട്രോയെ പറ്റിയുള്ള പരാമർശമാണ്. കൊച്ചി മെട്രോ 32 ലക്ഷം രൂപ പ്രതിമാസം നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് സതീശൻ്റെ കണ്ടെത്തൽ. കൊച്ചി മെട്രോ നഷ്ടത്തിൻ്റെ പട്ടികയിൽ പെടുന്നു ധവളപത്രത്തിൽ. 2024-2025 വർഷത്തിൽ 33.34 കോടി രൂപയാണ് കൊച്ചി മെട്രോ ലാഭമുണ്ടാക്കിയത്. 2023-2024 കാലഘട്ടത്തിൽ 22.94 കോടി രൂപയാണ് കൊച്ചി മെട്രോ ലാഭമുണ്ടാക്കിയത്. 3000 കോടി രൂപ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കടമെടുത്തിട്ടുണ്ട്. ഇതിൽ 2000 കോടി തിരിച്ചടയ്ക്കാനുണ്ട്. 1000 കോടി തിരിച്ചടച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാർ. അപ്പോൾ പിന്നെ കൊച്ചി മെട്രോ നഷ്ടത്തിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? ഇവിടെയാണ് സതീശൻ്റെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുന്നത്. KSEB നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. അതിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരണമെന്ന് പറയുന്നു. KSRTC നഷ്ടമാണ്, അതിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരണം. അങ്ങനെ കേരളത്തിലെ നഷ്ടങ്ങളാകുന്ന സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സതീശൻ. കൊച്ചി മെട്രോയും KSEBയും KSRTCയും അദാനിക്ക് എഴുതി വയ്ക്കാൻ സതീശൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സാരം. ഇപ്പോൾ തന്നെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സതീശനാണ്. സാധാരണ മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യാറില്ല. വളരെ ശ്രദ്ധേയമല്ലാത്ത ഒരു വകുപ്പാണ്. പക്ഷേ സതീശനും അദാനി ഗ്രൂപ്പും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ കീഴിലാണ്. ഇനി വരാൻ പോകുന്ന പൊന്നാനി തുറമുഖവും കണ്ണൂർ തുറമുഖവും അദാനിക്ക് തീറെഴുതി കൊടുക്കും സതീശൻ. അതുകൊണ്ടാണ് ധവളപത്രത്തിൽ അദാനിക്ക് തീറെഴുതി കൊടുക്കാനുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കൊച്ചി മെട്രോയെയും പെടുത്തിയത്. കൊച്ചി മെട്രോ ലാഭത്തിലോടുന്ന സ്ഥാപനമാണെന്ന്, കമ്പനിയാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ ധവളപത്രത്തിൽ ഉമ്മാക്കി കാണിച്ച് നുണ പറഞ്ഞ് സതീശൻ എത്തിയിരിക്കുന്നു. സതീശനും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് മൂകാംബിക ദർശനത്തിന് എന്ന പേരിൽ അടുപ്പക്കാരെ പോലും കൂട്ടാതെ സതീശൻ പോയത് അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായി ചർച്ച ചെയ്യാനായിരുന്നു. അതിൻ്റെ വിഷ്വലുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ സതീശൻ മലക്കം മറിഞ്ഞു. ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന മട്ടിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചി മെട്രോയെയും KSEBയെയും KSRTCയെയും എഴുതി വിൽക്കാൻ അദാനിക്ക് എഴുതി വിൽക്കാൻ സതീശൻ ഒരുങ്ങുമ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു. ഈ സതീശൻ ഭരിക്കുന്ന 5 വർഷം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അദാനിയുടെ കയ്യിലാകും. കഴുകൻ കണ്ണുകളുമായി അദാനി കേരളത്തിലുണ്ട്. അദാനിയുടെ തുറുപ്പ് ചീട്ടാണ്, കേരളത്തിലെ തുറുപ്പ് കുലാനാണ് സതീശൻ. എന്തായാലും സതീശൻ്റെ ധവളപത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അയാളുടെ തന്ത്രമാണ്. വളരെ കണ്ണിങ്ങായ രീതിയിലാണ് സതീശൻ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ധവളപത്രത്തിൽ കൊച്ചി മെട്രോ 32 ലക്ഷം രൂപ പ്രതിമാസ നഷ്ടത്തിൽ ഓടുന്നു എന്ന് പറയുന്നത്. കൊച്ചി മെട്രോയെ നഷ്ടത്തിൻ്റെ കണക്കിൽ പെടുത്തിയത് അതേതർത്ഥത്തിലാണ് എന്നത് ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ ഇവിടെ ഇല്ലാതായി പോയി. ഒരിക്കൽ കൂടി പറയാം, 2024-2025 കാലഘട്ടത്തിൽ 33.34 കോടി രൂപയായിരുന്നു കൊച്ചി മെട്രോയുടെ ലാഭം. തൊട്ടു മുമ്പിലത്തെ വർഷം 2023-2024 കാലഘട്ടത്തിൽ
22.94 രൂപയായിരുന്നു കൊച്ചി മെട്രോയുടെ ലാഭം. 2002 മുതൽ കൊച്ചി മെട്രോ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ സതീശന്റെ കണ്ണിൽ അത് നഷ്ടത്തിലാണ്. കാരണം കൊച്ചി മെട്രോയെ അദാനിക്ക് എഴുതി വിൽക്കാൻ ഇനി വലിയ താമസം വേണ്ടിവരില്ല. KSEBയും KSRTCയും നമ്മുടെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ അദാനി സ്വന്തമാക്കും.